ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ ഒരു പൊറോട്ടൻ്റെ റെസിപ്പി ചെയ്തില്ലേ, അത് ഫേസ്ബുക്കിൽ 3.5 മില്യൺ കഴിഞ്ഞു കേട്ടോ. 4 മില്യൺ ആവാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലിടുന്ന വീഡിയോ തന്നെയാണ് ഫേസ്ബുക്കിൽ ഇടൽ കേട്ടോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇന്ന് ഞാൻ ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കൊക്കെ കഴിക്കാം. പിന്നെ ഈ കല്യാണം കഴിച്ചെടുക്കുന്ന സുന്നത്തല്യാണമൊക്കെ കഴിച്ചെടുക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഐറ്റമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതേപോലെ മുലയിട്ടുന്ന അമ്മമാരുണ്ടാവുമല്ലോ, പാല് ഇല്ലാത്ത അമ്മമാർക്കൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്യട്ടോ. ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പാലുണ്ടാവാനും അതേപോലെ തന്നെ ഈ വയസ്സറിയിക്കുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കാനും. ഇനിയിപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മളെ വീട്ടിലുള്ള നമ്മളെ മക്കൾക്ക് ബ്ലഡ് കുറവുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കും കഴിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇത് ആര് കഴിച്ചാലും നല്ലതാണ് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഞാനിവിടെ ഒരു 2 തേങ്ങ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിനും. അപ്പം നമ്മളിപ്പോൾ ഇവിടെ എടുക്കണത് ഒരു തേങ്ങയും ഒരു തേങ്ങൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതിന് ഈ വെള്ളം വറ്റിയ തേങ്ങ ഉണ്ടാവുമല്ലോ, കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയും. നമ്മളിവിടെ കൊട്ട എന്നൊക്കെ പറയും, കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനത്തെ തേങ്ങയാണ് കേട്ടോ ശരിക്കും ഇതിന് വേണ്ടത്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഇപ്പോൾ എടുത്ത പോലെ വെള്ളമില്ല തേങ്ങ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തേങ്ങ എടുത്തിട്ട് നിങ്ങളെ സൗകര്യം പോലെ ചിരകി എടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ചൂഴ്ന്നെടുക്കുകയോ ചെയ്യട്ടോ. ഞാനിങ്ങനെ ചൂഴ്ന്നെടുക്കുക ചെയ്തിട്ടുള്ളത്, എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നിയത്. അപ്പം ഇതേപോലെ ചൂഴ്ന്നിട്ട് പിന്നെ ഞാനിത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യട്ടോ. എന്തായാലും ഞാനിവിടെ പറഞ്ഞല്ലോ 1.5 മുറി തേങ്ങയാണ് എടുത്തുക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കേണ്ടത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടേ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നല്ലോണം അങ്ങോട്ട് നൈസായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എടുക്കുന്നത് എള്ളാണ്. 300 ഗ്രാം എള്ളാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. എള്ളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ എള്ളൊക്കെ കഴിക്കണത് നല്ലതല്ല. അതൊന്നും ഇപ്പോൾ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനി നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. എള്ളിലറിയാലോ, എള്ളിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലോണം വൃത്തിയാക്കിയിട്ട് തന്നെ കഴുകിയെടുക്കുക. നമ്മളമ്മമാരൊക്കെ എള്ള് കഴുകുമ്പോൾ അത് അരിച്ചെടുക്കും, ഈ മണ്ണിൻ്റെ ചട്ടിയിലിട്ടിട്ട് ഇങ്ങനെ അരിച്ചെടുക്കും. അപ്പോൾ അതിൽ കല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പോരും. അപ്പോൾ ഇതിൽ വല്ലാതെ കല്ലൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. എന്താ കുഴപ്പമൊന്നുമില്ല, ഞാൻ നല്ലോണം കഴുകിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്, അരിച്ചെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതാ നമ്മൾ അരിപ്പിക്ക് ഇട്ടിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ചോർത്തി കളയണം. നമുക്കിത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പം ഇത്ര എളുപ്പം കൊണ്ട് കഴുകൽ കഴിഞ്ഞോ എന്ന് വിചാരിക്കും. ഞാൻ 2-3 പ്രാവശ്യം നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അരിപ്പിക്കിട്ട് വെള്ളം ചോരാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിക്കുമ്പോഴേ വീഡിയോ ലെങ്ത്ത് കൂടുതലാവും, അതുകൊണ്ടാണ് കേട്ടോ ചുരുക്കി കാണിക്കുന്നത്. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 300 ഗ്രാം നിലക്കടലയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേ ഇങ്ങനെ കേട് വന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. ചിലപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെന്നാലും ഇടയ്ക്കൊക്കെ അതേപോലെ ചുവക്കണ ഇതുണ്ടാവും, കടലുണ്ടാവും. അപ്പോൾ അത് എടുത്ത് കളയണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് 2-3 എണ്ണം പെട്ടാൽ മതി, നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 50 ഗ്രാം ബദാമും 50 ഗ്രാം അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, കൂടുതൽ ഉണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക, ഇല്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഞാനൊരു 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ തേങ്ങ ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ തേങ്ങ എടുക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊട്ടത്തേങ്ങ ഉണ്ടെങ്കിൽ അത് എടുക്കാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതാവുമ്പം കുറേ ദിവസം കേടാവാതെ നിൽക്കും നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമേ. ഇത് ആവുമ്പോൾ ഇങ്ങനെ പച്ചത്തേങ്ങ ആകുമ്പോൾ അതിൻ്റെ പാലൊക്കെ നല്ലോണം നമ്മൾ വറ്റിച്ചെടുക്കണം. പിന്നെ വെള്ളമില്ലാതെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കേടാവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ കേട്ടോ തേങ്ങ ഞാൻ 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അങ്ങോട്ട് പൊടിയൊന്നും വേണ്ട കേട്ടോ, അതേപോലെ കുറച്ച് തരിയൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തൊരു പാന് വെക്കാം കേട്ടോ. കുറച്ച് വട്ടമുള്ളൊരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ വട്ടമുള്ള പാത്രം ആകുമ്പോഴേ നമുക്കിത് വറുത്തെടുക്കാൻ സുഖമാണ് കേട്ടോ. പിന്നെ കുറച്ച് അധികം ഇട്ട് കൊടുക്കും ചെയ്യുക. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പുറത്ത് പോവുകയൊന്നും ചെയ്യൂല. അപ്പോൾ അതേപോലെ കുറച്ച് വലിയ പാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ ഈ ഒരു പാത്രം ചൂടായിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ആദ്യം എള്ളാണ് കേട്ടോ വറുത്തെടുക്കുന്നത്. എള്ള് നമ്മൾ അരിപ്പിയിലിട്ട് വെച്ചിനല്ലോ വെള്ളം ചോരാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതാണ് കേട്ടോ ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അപ്പോൾ കുറച്ച് നേരം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിത് വറുത്തെടുക്കാൻ. അപ്പോൾ ഇത് ചെറുതായിട്ട് നനവുള്ളതുകൊണ്ടേ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടാലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഡ്രൈ ആയി വരിക. കരിയരുത് കേട്ടോ, കരിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് മാറും. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊരിയണ സൗണ്ട് വരും. എള്ളൊക്കെ വറുക്കാൻ അധികം ആൾക്കാർക്കും അറിയാം. അപ്പോൾ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയണത്. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതാ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും, കാരണം എള്ളല്ലേ, ചെറിയ സംഭവമല്ലേ, തീ നല്ലോണം കൂടിക്കഴിഞ്ഞാലേ പെട്ടെന്ന് കരിയും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊട്ടി പൊരിയണ സൗണ്ട് വരും. ആ ഒരു സൗണ്ട് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം. പിന്നെ നല്ല സ്മെല്ലും വരും കേട്ടോ എള്ള് വെന്ത് കഴിയുമ്പോഴേ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ അല്ലേന്ന് അറിയില്ല കേട്ടോ. നല്ലോണം പൊട്ടിപ്പൊരിയുന്നുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വറവായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ചൂടാറും വേണം. അപ്പോൾ ഒന്ന് ഇങ്ങോട്ട് പരത്തി കൊടുക്കട്ടോ. അപ്പോൾ ഇത് വേഗം ചൂടാറിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇതേപോലെ തന്നെ വറുത്തെടുക്കട്ടോ. അപ്പോൾ ഇനി നമ്മൾ നിലക്കടലയാണ് വറുത്തെടുക്കുന്നത്. നിലക്കടല ശരിക്കും ഇങ്ങനെയൊന്നും അല്ല വറുക്കുക. നിലക്കടല നല്ല വൃത്തിയുള്ള മണലെടുത്തിട്ട് മണലിലൊക്കെ ഇട്ടിട്ടാണല്ലോ വറുക്കുക, അല്ലെങ്കിൽ ഉപ്പിലൊക്കെ ഇട്ടിട്ടൊക്കെ വറുത്തെടുക്കൂലേ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചട്ടിയിലിട്ടിട്ട് തന്നെ ഇങ്ങനെ വറുത്തെടുക്കാട്ടോ ചെയ്യണത്. നമുക്കിപ്പോൾ വൃത്തിയുള്ള മണലൊന്നും കിട്ടാനില്ല. അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഇട്ട് വറുത്തെടുക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ തേങ്ങ ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഒരടുപ്പിൽ തന്നെ ആകുമ്പോഴേ പെട്ടെന്ന് തീർന്നു കിട്ടൂല. അപ്പോൾ അപ്പുറത്തൊരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിനി. അത് ചൂടായപ്പോൾ അതിൽക്കിതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ അതും ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണുണ്ട് കേട്ടോ. തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ കുറച്ച് നേരം ഇതൊന്ന് അടുപ്പത്ത് നിൽക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ അടുപ്പിലാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാ കടല ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. കടലയൊക്കെ വറുവായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാലോ, കടലെടുത്തുകൊണ്ട് ഇങ്ങനെ കയ്യിലൊന്ന് ഇങ്ങനെ ഞരടി നോക്കിയാൽ മതി. അപ്പോൾ തൊലി പോരുന്നുണ്ടോ അല്ലേ എന്ന് നോക്കിയാൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും. പിന്നെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അതൊക്കെ വറുത്തെടുക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ പണിയൊന്നും ഇല്ല. അത് വറുത്തെടുക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമുക്ക് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കടലയും വറുവായി ഞാനൊരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. അതും ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3/4 കപ്പ് നമ്മൾ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ, അരിയും വേണം കേട്ടോ ഒന്ന് വറുത്തെടുക്കുക. ചോറ് വെക്കണ അരി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പച്ചരി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അരി നമ്മൾ കഴുകിയിട്ടൊന്നുമില്ല. ഇനിയും അരി നനഞ്ഞൊരു കഷ്ണം എടുത്തിട്ട് തുടച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മഴ ആയതുകൊണ്ടേ കഴുകിയാലൊന്നും ഉണങ്ങി കിട്ടൂല. അപ്പോൾ എന്തായാലും ഞാൻ അരിയും വറുത്ത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വറുത്തെടുക്കാനുള്ളത് ബദാമും അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ ഒന്നിലിട്ടിട്ട് തന്നെയാണ് വറുത്തെടുക്കുന്നത്. ഇതിപ്പോൾ കുറഞ്ഞൊരളവുള്ളൂ. 50 ഗ്രാം അണ്ടിപ്പരിപ്പും 50 ഗ്രാം ബദാമും ഉള്ളൂ കേട്ടോ. പിന്നെ ചെറുപയർ വറുത്താണ്ട് ചേർക്കുക. അതേപോലെ തന്നെ മുത്താറിപ്പൊടി ഉണ്ടല്ലോ, മുത്താറിപ്പൊടി ചേർക്കുക. അങ്ങനെ നല്ല ഐറ്റംസൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഇത്രയും ഐറ്റംസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഇതൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കുക. ഈ പാലില്ലാത്ത അമ്മമാർക്കൊക്കെ പാലുണ്ടാവാൻ ചെറുപയറും കൂടെ വറുത്തതിൽ ചേർക്കുമ്പോഴേ നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോന്നും ഇങ്ങനെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടുണ്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് പൊടിച്ചെടുക്കരുത്, ജാറ് കേടാവും. പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ഒന്ന് പാകമായതിന് ശേഷം ഇതേപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ എള്ള് പൊടിച്ചെടുത്തു, 2 പ്രാവശ്യമാക്കിയിട്ട് ഇട്ടിട്ട്. ഇനി അരി വറുത്തതാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. ഇതുണ്ടാക്കി കൊടുത്താലേ കുട്ടികൾ വിടൂല കേട്ടോ. കുട്ടികൾക്ക് അത്ര ഇഷ്ടേകാരം. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആകുമ്പോൾ അതേപോലെ ഉണ്ടാക്കി വെക്കലുണ്ട്. കുട്ടികൾ നമ്മളോട് വന്ന് ചോദിക്കുമല്ലോ, അമ്മച്ചി എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് ചോദിക്കുമല്ലോ. അങ്ങനത്തെ സമയത്തൊക്കെ ഒരുക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതേപോലെ ഇതിങ്ങനെ ഞാനിപ്പോൾ ഇത് ബോട്ടിലാക്കി വെക്കുക ചെയ്യണത്. ഇതിങ്ങനെ ബോൾസ് ആക്കിയിട്ടും വെക്കും ചില ആൾക്കാർ, കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട്. അപ്പോൾ നമ്മളിതൊക്കെ വറുത്ത് പൊടിച്ച് ബോട്ടിലാക്കി വെക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ രാവിലെയും വൈകുന്നേരമൊക്കെ മക്കൾക്ക് ഓരോ സ്പൂൺ ഇത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. മക്കൾക്ക് കൊടുക്കുകയാണെങ്കിലും നമുക്കും കഴിക്കാം. ക്ഷീണവും പിന്നെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ കുറയാൻ നല്ലതാണ്. അതേപോലെ ബ്ലഡ് ഇല്ലാത്തവർക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതാട്ടോ. പിന്നെ ഈ നല്ല മെലിഞ്ഞ മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, മെലിഞ്ഞ മക്കൾക്കൊക്കെ ഇതുണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു മാസമൊക്കെ ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകുന്നേരം ഓരോ സ്പൂൺ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അതേപോലെ മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കടലയാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുക്കുന്നത്. കടലിൻ്റെ
തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ജാറിൽ ഇട്ട് കൊടുത്താണ്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇപ്പോൾ നമ്മൾ പൊടിച്ച് കഴിഞ്ഞു. പിന്നെ മധുരം നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ 5 അച്ച് ശർക്കരയാണ് ഇപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർക്കുക, കുറവാണെങ്കിൽ കുറക്കും ചെയ്യുക. ഇതിപ്പോൾ പാകത്തെ മധുരമാണ് കേട്ടോ. നമ്മളിപ്പോൾ 300 ഗ്രാം എള്ളും 300 ഗ്രാം കടലയും അതേപോലെ തന്നെ 50 ഗ്രാം ബദാമും 50 ഗ്രാം അണ്ടിപ്പരിപ്പുമാണ് നമ്മൾ ഇതിലേക്ക് എടുത്തത്. പിന്നെ 1/4 കപ്പ് അരിയും വറുത്ത് പൊടിച്ച് ചേർത്ത്, അതേപോലെ തന്നെ ഒരു തേങ്ങയും പിന്നെ ഒരു തേങ്ങൻ്റെ പകുതിയും, അങ്ങനെയല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ അതിന് ഈ ഒരു മധുരം കണക്കാണ് കേട്ടോ. 5 അച്ച് ശർക്കര. പിന്നെ ശർക്കര എടുക്കുമ്പോൾ നോക്കുക, കല്ലില്ലാത്ത ശർക്കര എടുക്കാൻ നോക്കുക കേട്ടോ. നമ്മളിത് ഉരുക്കിയിട്ടല്ല ഇതിലേക്ക് ചേർത്തത്, ഇത് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ വറുത്തെടുത്ത എല്ലാ ഐറ്റംസും പൊടിച്ചെടുത്തിട്ടോ. ഇനി ഇതാ നമ്മൾ ശർക്കരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ശർക്കര ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ തന്നെ ഇട്ടാണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ജാറിലിട്ട് പൊടിക്കണം എന്നില്ല, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതക്കണ ഒരു കല്ലെടുത്തിട്ടേ എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ പൊടിച്ചാണ്ട് ഇതിലേക്ക് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ശർക്കര ചേർത്തതിന് ശേഷം പിന്നെ കൈ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് മിക്സ് ചെയ്തെടുക്കുന്നത്. അല്ലാതെ എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് ആയി കിട്ടൂല. സ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാലേ ശർക്കര എല്ലായിടത്തും ആവില്ല, അങ്ങനെ കട്ട കെട്ടി കിടക്കും. അപ്പോൾ കൈ നല്ലോണം വാഷ് ചെയ്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ആയിട്ടുണ്ട് കേട്ടോ അത്. ഇനി നമുക്കിത് ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യത്തിന് എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുന്നത്തല്യാണം കഴിച്ച് കിടക്കണ കുട്ടികൾക്ക് കൊടുക്കുക, അതേപോലെ വയസ്സറിയിക്കണ പെൺകുട്ടികൾക്ക്, പ്രസവിച്ച് കിടക്കണ ഉമ്മമാർക്ക്, അതേപോലെ ബ്ലഡൊക്കെ കുറവുള്ള മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം കേട്ടോ. പിന്നെ പ്രായ വ്യത്യാസമൊന്നുമില്ല. ചെറിയ ആൾക്കാർക്കും വലിയ ആൾക്കാർക്കും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടേ. ഇനി രാവിലെ ഒരു സ്പൂണും വൈകുന്നേരം ഒരു സ്പൂണൊക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ കഴിക്കുക. ഇനി അതല്ല, മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒരിക്കൽ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ബൗളിലാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ്. അല്ലെങ്കിൽ ഇതേപോലെ പൊടിയാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. അതൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ടും നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുറത്ത് വെച്ചാൽ തന്നെ കുറേ ദിവസം കേടാവാതെ നിൽക്കും. അപ്പോൾ ഇതിവിടെ കുറേ ദിവസത്തിനൊന്നും എന്തായാലും ഉണ്ടാവില്ല കേട്ടോ. മക്കൾ കണ്ടാൽ അപ്പം തന്നെ എടുത്ത് കഴിക്കും. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.